മാലിന്യ പ്ലാന്റ് എന്ന് കേട്ടാൽ പല ആളുകൾക്കും ശ്വാസം മുട്ടും. മാലിന്യ പ്ലാന്റ് സ്ഥാപിക്കുമ്പോൾ നഗരം മുഴുവനും വൃത്തികേടായി പോവും, ദുർഗന്ധം സഹിക്കാൻ കഴിയില്ല എന്നൊക്കെയാണല്ലോ പറയുന്നത്. എന്നാൽ തൃശ്ശൂർ കോർപ്പറേഷൻ നഗരത്തിൻ്റെ നടുവിൽ ഒരു മാലിന്യ പ്ലാന്റ് സ്ഥാപിച്ചു. ഈ മാലിന്യ പ്ലാന്റിൻ്റെ പുറത്തിരുന്ന് മന്ത്രിയും അതേപോലെ കോർപ്പറേഷൻ മേയറും ഒക്കെ ചായ കുടിച്ചിട്ടാണ് പിരിഞ്ഞത്. എത്രമാത്രം ശാസ്ത്രീയമായി പ്ലാന്റുകൾ നടപ്പിലാക്കാം എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമായി തൃശ്ശൂരിലെ കോർപ്പറേഷൻ സ്ഥാപിച്ച നഗരമധ്യത്തിലെ പ്ലാന്റ്. മാലിന്യ സംസ്കരണ രംഗത്ത് മറ്റു തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മാതൃകയാക്കാവുന്ന പദ്ധതിയിലേക്ക് ചുവടുവയ്ക്കുകയാണ് തൃശ്ശൂർ കോർപ്പറേഷൻ. തൃശൂർ ജനറൽ ആശുപത്രിയിലെ കക്കൂസ് മാലിന്യം ശുദ്ധീകരിച്ച് ശുദ്ധജലമാക്കുന്ന പദ്ധതിക്കാണ് തൃശൂർ കോർപ്പറേഷൻ തുടക്കമിട്ടത്. ജനറൽ ആശുപത്രിക്ക് സമീപം മാറ്റാമ്പുറത്ത് നിർമ്മിച്ച അത്യാധുനിക പ്ലാന്റിലൂടെ ആശുപത്രിയിലെ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരണം ചെയ്ത് ശുചിമുറികളിലെ ഫ്ലഷുകളിലും ഗാർഡനിങ്ങിനും പുനരുപയോഗം ചെയ്യും. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 കോടി രൂപ ചിലവിൽ നിർമ്മിച്ച പ്ലാന്റിൽ പ്രതിദിനം 3,60,000 ലിറ്റർ മാലിന്യം സംസ്കരിക്കാം. ജനറൽ ആശുപത്രിയിലെ കക്കൂസ് മാലിന്യം പൈപ്പിലൂടെ മാറ്റാമ്പുറത്ത് സ്ഥാപിച്ച പ്ലാന്റിലെത്തിക്കും. അവിടെ നിന്നും മാലിന്യം ശുദ്ധീകരിച്ച് ജലമാക്കി ജനറൽ ആശുപത്രിയിലെ ശുചിമുറികളിലെ ഫ്ലഷുകളിലും ഗാർഡനിങ്ങിനും ഉപയോഗിക്കും. ഇത്തരം മാലിന്യ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിൽ പൊതുജനങ്ങൾക്കിടയിൽ അവബോധം വളർത്തേണ്ടതുണ്ടെന്ന് തദ്ദേശ വകുപ്പ് മന്ത്രി MP രാജേഷ്. നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങളുണ്ട്. ഇപ്പോഴല്ല, പണ്ടുണ്ട്, ഇപ്പോഴുണ്ട്. ആ അന്ധവിശ്വാസങ്ങളിൽ ഒന്നാണ് മാലിന്യ സംസ്കരണ പ്ലാന്റ് വന്നാൽ എന്തോ ആപത്താണ് എന്നുള്ളത്. ആ അന്ധവിശ്വാസത്തെ തകർത്ത് തവിട് പൊടിയാക്കുന്നതാണ് ദിവസം 4000 OP ഉള്ള ഈ ജനറൽ ആശുപത്രിയിൽ തൃശൂർ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് തന്നെ സ്ഥാപിച്ചിട്ടുള്ള ഈ ദ്രവമാലിന്യ സംസ്കരണ പ്ലാന്റ്. സംസ്ഥാനത്തെ ആദ്യ മാലിന്യമുക്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായി മാറുക എന്ന ലക്ഷ്യത്തോടെയാണ് സീറോ വേസ്റ്റ് കോർപ്പറേഷൻ പദ്ധതിയുമായി തൃശൂർ കോർപ്പറേഷൻ മുന്നോട്ടു പോകുന്നത്. പദ്ധതി വിജയമെങ്കിൽ കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനാണ് തീരുമാനം. മലിനജലം ശുദ്ധീകരിക്കുന്ന പദ്ധതിയിലൂടെ മാലിന്യമെന്നൊന്നില്ലെന്നും എല്ലാം പുനരുപയോഗിക്കാൻ കഴിയുന്ന വസ്തുക്കളാണെന്നും ഓർമ്മപ്പെടുത്തുകയാണ് തൃശൂർ കോർപ്പറേഷൻ. തൃശൂരിൽ നിന്നും സൂരജ് ജി, 24. മാലിന്യ പ്ലാന്റ് സ്ഥാപിച്ചാൽ ദുർഗന്ധം പരക്കുമെന്ന ജനങ്ങളുടെ ധാരണ മാറ്റാൻ ഈ തൃശൂർ കോർപ്പറേഷൻ നഗരമധ്യത്തിൽ സ്ഥാപിച്ച ഈ പ്ലാന്റ് ഉപകരിക്കട്ടെ എന്നാണ് നമ്മുടെയും ആഗ്രഹം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.